ഹായ് ഹലോ. അപ്പോൾ പെരുന്നാളിനുണ്ടാക്കിയ മന്തി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മന്തി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ബീഫ് മന്തി. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ റെസിപ്പിയൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ നോക്കി അതുപോലെ ജെമിനിയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ ബീഫും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്ത് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ ബീഫ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഓൾ സ്പൈസസ് എല്ലാം നാക്കുളുക്കി ഓൾ സ്പൈസസ് എല്ലാം ഇടണം. ഇപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ എനിക്കൊന്ന് വന്നിട്ടുള്ളത്, അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഡ്രൈ ലെമണും പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, കൊച്ചു ജീരകം, അത് രണ്ടുമാണ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ മസാലകളും. പിന്നെ അതിലേക്ക് രണ്ട് സവോളയും പിന്നെ ഒരു ക്യാപ്സിക്കമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ഉണ്ടാക്കിയാൽ വെച്ച് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് കറി അങ്ങനെയൊക്കെ വെക്കുന്നതിലും എളുപ്പമുണ്ട് കേട്ടോ. മന്തി ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമായിട്ട് തോന്നി എനിക്ക്. പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം സവോളയൊന്നും ഒരുപാടങ്ങ് വഴണ്ടൊന്നും പോകണ്ട കേട്ടോ. ചിലർ പല രീതിയിലുള്ളത് കണ്ട് ഞാൻ ഇതുപോലെ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഓയിലൊഴിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുന്നത്, അങ്ങനെയും കണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ വഴറ്റിയാണ് വെക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിലേക്ക് തന്നെ ചിക്കൻ ക്യൂബ്, മാഗി ക്യൂബ് എന്നൊക്കെ പറയത്തില്ല, അത് 2 പൊടിച്ചിട്ടു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാഗി ക്യൂബ് ഇടുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഉപ്പ് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാര്യം ഇതിന് നല്ല ഉപ്പുണ്ട്. അതിനുശേഷം പിന്നെ അത് ഒരുവിധം വഴണ്ടി വന്നതിന് ശേഷം മസാല ഐറ്റംസ്, പൊടി ഐറ്റംസ് എല്ലാം ഒരുമിച്ച് അങ്ങ് ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുരുമുളക് പൊടി, മന്തി മസാല, ഇത്ര ഐറ്റംസാണ് പിന്നെ ചേർത്തത്. പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളി അരച്ച് ചേർത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഒരിത്തിരി നാരങ്ങാനീരും ചേർത്തായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ചിലർ തൈരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തൈര് സ്കിപ്പ് ചെയ്തു. പിന്നെ മല്ലിയില പുതിനയില ഇടുന്നതും കണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പുതിനയിലയും ഇല്ലായിരുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ള ഐറ്റംസൊക്കെ ഞാൻ വരിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം കഴുകി വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ്. ബീഫിൻ്റെ നമുക്കറിയാമല്ലോ, നമ്മൾ മേടിക്കുന്ന ബീഫ് ഇപ്പോൾ എത്ര വിസിൽ വന്നാൽ വേവുമെന്നൊക്കെ. ഞാനൊരു 6-7 വിസിലോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം ഇപ്പുറത്തടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചോന്ന് തുറന്ന് നോക്കുന്നതാണ്, വേറൊന്നുമല്ല. അരി കൊണ്ട് വെള്ളം മാറ്റി ഒരു അരിപ്പയ്ക്കകത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ, ഉപ്പ്, വേറെ എന്തെങ്കിലും ചേർത്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു മാഗി ക്യൂബ് ഇതിനകത്തൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബീഫ് റെഡി ആയിട്ടുണ്ട്. കണ്ടേ, ഇതിൽ മുകളിൽ ഈ കാണുന്ന ഓയിൽ നമ്മൾ ഊറ്റി വെക്കണം കേട്ടോ. ഇത് ഞാൻ കണ്ടു എല്ലാവരും ഉണ്ടാക്കുന്നതിൽ ഇങ്ങനെ ഓയിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ആ ഓയിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ചോറും നമുക്ക് ആവശ്യത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ബീഫുണ്ടല്ലോ, ഈ മസാലയ്ക്കകത്ത് കിടക്കുന്ന ബീഫ് മാത്രമായിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മളില്ല ഡ്രൈ ചെയ്യില്ല, അതുപോലെ ഡ്രൈ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് ഒരൊറ്റ റെസിപ്പി അല്ല കേട്ടോ. എനിക്കൊരു ശീലമുണ്ട്, ഒരേ റെസിപ്പി പലതവണ പലരും ചെയ്യുന്നത് നോക്കിയിട്ട് എനിക്കതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് മാത്രം ഇങ്ങനെ എടുക്കും. പിന്നെ പൊതുവേ ഒരു റെസിപ്പി ഫുള്ള് കണ്ടു തീർക്കാനുള്ളൊരു ക്ഷമ എനിക്ക് ഉണ്ടാവാറില്ല. എന്തോ എനിക്ക് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പേടി കൊണ്ടായിരിക്കാം ഞാൻ ഫുള്ള് കണ്ടു. അങ്ങനെ എല്ലാം റെഡിയായി, എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ, എല്ലാം പെട്ടെന്നങ്ങായി. അങ്ങനെ ചോറ് ഊറ്റി വെച്ച് ചോറ് ഒരു സൈഡിൽ, മസാല ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഈ ചോറ് നീക്കി അതിൻ്റെ മുകളിലേക്ക് നീക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒഴിച്ചായിരുന്നു. അത് വീഡിയോ വന്നപ്പോൾ അതിൽ കാണാനില്ല. ഞാൻ 2 സൈഡിലായിട്ട് മസാല ഇട്ടിട്ട് ചോറ് അതിന് മുകളിൽ നിരത്തുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് 3-4 പച്ചമുളകൊക്കെ കുത്തി വെച്ച് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലായിരുന്നു ഇത്തിരി തെളിഞ്ഞ ഓയിലുണ്ടല്ലോ, അത് ഇതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഫുഡ് കളർ അതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഓയിൽ ഇത്തിരി മാറ്റി വെച്ചത് എടുത്ത് മുകളിലേക്ക് ഒഴിച്ചെടുത്തതാണ്ടേ, അതെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചാൽ അതും വെച്ചിട്ട് ഇത് ചാർക്കോൾ വെച്ച് ഓയിൽ ഒഴിച്ചതാണ്. ആ പുക നമുക്ക് ആ ഒരു സ്മോക്കി സ്മെല്ലും ടേസ്റ്റും വരാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് എടുത്ത് വെച്ച്
ഈ ഒരു സ്മോക്ക് അല്ല ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ നേരം അങ്ങനെ പോയി, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആയേനെല്ലാം. എന്തായാലും എല്ലാം സംഭവം റെഡിയായി. ഞാൻ നോക്കിയപ്പോഴേ അലുമിനിയത്തിൻ്റെ അടപ്പായതുകൊണ്ട് വെളിയിലോട്ട് പോകുന്ന സ്മോക്കെല്ലാം. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ച് കാണുമായിരിക്കും. അങ്ങനെ തന്നെ വെച്ച് ഓപ്പൺ ചെയ്യുന്നതാണ്. നല്ല അടിപൊളിയായിരുന്നു. മുകളിലത്തെ ആ ബീഫ് കുറച്ചും കൂടെ അങ്ങ് ഡ്രൈ ആയി. എനിക്ക് തോന്നുന്നു ഈ ബീഫിൻ്റെ ഈ മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മസാലയും ഇത് മാത്രമല്ല, മെയിനായിട്ട് ഈ ചാർക്കോളിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, സ്മോക്കിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും. നമ്മൾ പണ്ടൊക്കെ പറയില്ല ആ ഫുഡ് അടി പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുക ചവയ്ക്കുന്നു, പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഇപ്പം ഈ പുകയുടെ ചവയൊക്കെ ഉള്ളതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. കാര്യം മന്തിക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി എനിക്ക് കഴിച്ചപ്പോൾ. ബീഫ് സത്യം പറയില്ല, ആ ഫ്രൈ ചെയ്ത ബീഫ് ആ സ്മോക്കും കൂടെ വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ മസാലയ്ക്കകത്തും ഞാൻ കുറച്ച് എല്ലാ ബീഫൊന്നും ഞാൻ എടുത്ത് ഫ്രൈ ചെയ്തില്ല, മസാലയ്ക്കകത്തും കുറച്ച് പീസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മന്തിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി, അത് പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതികൾ. സവോളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളക് മല്ലിയില, പിന്നെ ഉപ്പ്, നാരങ്ങ നീര് ഇല്ലായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ വിനാഗിരിയാണ് ചേർത്തത്. ഇത്രയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് കറക്കുക, അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അത്രയേ ഉള്ളായിരുന്നു. മല്ലിയില മാത്രമേ ഇട്ടുള്ളൂ, പുതിനയൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അത് എളുപ്പമായതുകൊണ്ടാണ് പിന്നെ ഞാനത് അങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നത്. മയോണൈസ് ചട്നിയാണല്ലോ ഇതിന് മെയിനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പപ്പടം വാങ്ങിച്ചായിരുന്നു, പക്ഷേ പപ്പടം ഒന്നും പൊരിച്ചില്ല. കാര്യം ഇത് വിനാഗിരി ഒഴിക്കുക കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എൻ്റെ കയ്യിലുള്ള വിനാഗിരി പുളി ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് അത്രയും ഒഴിച്ചത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു, പുളി ഓവറൊന്നും അല്ലായിരുന്നു. ഒഴിക്കുന്നത് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഇത്രയും വിനാഗിരി ഒഴിക്കണമെന്ന്. ഇത് മയോണൈസ്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. മയോണൈസും തക്കാളി ചട്നിയും ആ ബീഫും മന്തിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ട്രൈ ചെയ്യാത്തവർ യൂട്യൂബിൽ നല്ല നല്ല അടിപൊളി റെസിപ്പീസ് കിടപ്പുണ്ട്, അത് നോക്കി ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കണം.